അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്നെ ഇങ്ങനെ അപമാനിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ചോറ് കൊണ്ടൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടേക്കാം. ചോറിന്റെ കാര്യമല്ല. നോക്ക്, സത്യം നമുക്ക് രണ്ടുപേർക്കെങ്കിലും അറിയാമല്ലോ എന്തൊക്കെയാ നടന്നത്, എങ്ങനെയാ ഇവിടം വരെ എത്തിയെന്ന്. മറ്റുള്ളവരുടെ കാര്യം പോട്ട്, എല്ലാം അറിയാവുന്ന നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഇത് കുട്ടിക്കളിയല്ല, ജീവിതമാണ്. അപ്പൊ എന്നെ ശരിക്കും കല്യാണം കഴിച്ചത് എന്താ? എങ്ങനെ? അപ്പോഴേ എന്നെ ശരിക്കും കല്യാണം കഴിച്ച എന്താ? കോടതി പറഞ്ഞ പോലൊന്നും അല്ല, ശരിക്കും ഇഷ്ടായിട്ട് തന്നെയാ. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഞാൻ. എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. ഇപ്പൊ കൊറേ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. എന്തായാലും എല്ലാരും ഇപ്പൊ ഇങ്ങനെ തന്നെയാ കാണുന്നത്. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലാ ആളുകൾ അതും ഇതൊക്കെ പറയാ. കുട്ടി, കല്യാണം, കുടുംബം ഇതൊന്നും എന്റെ മനസ്സിലില്ല. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. അതൊക്കെ മറന്നിട്ട് ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ. നിനക്കറിയോ, ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കുറെ കൊല്ലം, അതും കൊലക്കുറ്റത്തിന്. അവിടുന്ന് പഠിച്ചത് ഈ മരപ്പണി, അവിടുത്തെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ ഈ വാസ്തുവിദ്യയും ചരിത്രമൊക്കെ. അല്ലാതെ ഇതെന്റെ കുലത്തൊഴിലൊന്നുമല്ല. അല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. മറ്റുള്ളവർ വേദനിക്കുന്ന കാണാൻ പറ്റാത്തൊരു മനസ്സ്. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല, അതൊരു ശാപമാണ്. അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ.